إلى حضرة روح نبي المصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أوصل اللهم ثواب قراءتنا وبركة دعائنا وصلواتنا بعد القبول منا إلى حضرة روح نبينا وشفيعنا وحبيبنا مصطفى محمد صلى الله عليه وسلم. اللهم وإلى حضرات أهل البدريين واللهديين والخندقيين والتبوقيين وبقية الصحابة والقرابة رضوان الله تعالى عن كل واحد منهم أجمعين. اللهم وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والزكاة والصديقين والصالحين أينما كانوا من مشارق الأرض إلى مغاربها صغيرا وكبيرا ذكرا وأنثى كلهم أجمعين. اللهم احفظ علينا من فيوضاتهم وأمدنا بمددهم واهمنا بحمايتهم وانصرنا بنصرتهم يا خير الناصرين. اللهم إنا نسألك بحق الفاتحة المعظمة والسبغ المثاني أن تفتح لنا كل خير وأن تتفضل علينا بكل خير وأن تجعلنا من أهل الخير وأن تعاملنا يا مولانا معاملتك لخير أهل الخير وأن تحفظنا في دياننا وأنفسنا وأهلينا وأولادنا وأصحابنا وأحبابنا وأزواجنا وذرياتنا من كل محنة وفتنة وبؤس وضير. اللهم بارك لنا فيما أغطيتنا خصوصا في مجلسنا هذا يا رب العالمين. اللهم سلمنا وسلم أهلنا من الوباء والطاعون. اللهم احفظنا يا حفيظ من جميع البلايا والأعداء والأمراض. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم. السلام عليكم ورحمة الله تعالى وبركاته. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, രക്ഷിതാക്കന്മാരെ, പ്രിയപ്പെട്ട ഉസ്താദുമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ അനുഗ്രഹം നമുക്ക് നൽകിയത് കൊണ്ട് തന്നെ ഏത് പ്രതിസന്ധി ഉണ്ടായാലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരവേൽക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നത് വലിയ സന്തോഷമാണ്. ഈ കൊറോണ കാലഘട്ടത്തിലും അല്ലാഹുവിൻ്റെ റസൂലിനെ നെഞ്ചിലേറ്റി മാറോട് അണച്ചു പിടിക്കാൻ നമുക്ക് സന്ദർഭങ്ങൾ ഒരുക്കി തന്ന നമ്മുടെ മദീന മഖ്ദൂം നാം ഓർക്കുകയാണ്. ഹിദായത്തുൽ സുബിയാൻ മദ്രസയിലെ വിദ്യാർത്ഥികളുടെ
നബിദിന പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മഹത്തായ സംരംഭത്തിന് അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ജാബിർ തങ്ങളവർകളാണ്. ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമുക്ക് ഹ്രസ്വമായ നിലക്ക് ഉപദേശം തരുന്നത് ബഹുമാനപ്പെട്ട ഫാദിലി സ്ഥലം മുദ്രിസ് കൂടിയായ ഉസ്താദ് വർകളാണ്. നമുക്ക് പ്രാർത്ഥന നൽകി ആശീർവദിക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് സഅദി അവറുകളാണ്. അതുപോലെ നമ്മുടെ ഈ മഹത്തായ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ മദീന മഖ്ദൂമിൻ്റെ സെക്രട്ടറി കൂടിയായ ബഹുമാനപ്പെട്ട അബ്ദുള്ള സഖാഫി അവറുകളും അതുപോലെ ബഹുമാനപ്പെട്ട ഷറഫുദ്ദീൻ സഖാഫി അവറുകളും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കും. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, രക്ഷിതാക്കന്മാർ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മഹത്തായ ജന്മദിനം, ആ ജന്മദിനം ലോകം മുഴുക്കെ മനുഷ്യവാസമുള്ള സ്ഥലം മുഴുവൻ എന്നല്ല, വാനലോകത്തുള്ള മലക്കുകളും പക്ഷി പറവകളും ഈ ജന്തുക്കളും ഒക്കെയും തന്നെ ഈ പ്രവാചകന്റെ ജന്മദിനത്തിൽ ഭാഗവക്കായിട്ടുണ്ട് എന്നതാണ് ചരിത്രം പറയുന്നത്. നമ്മൾ സാധാരണ ഓതുന്ന മൗലൂദിൽ തന്നെ നമുക്ക് കാണാം, പക്ഷികളും മൃഗങ്ങളും ഈ ജന്തുക്കളുമൊക്കെ പ്രവാചകന്റെ ആ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചു. അവരൊക്കെയും അതിൽ ഭാഗവക്കായി. കാരണം നബിതങ്ങൾ റഹ്മത്തുൽ ആലമീനാണ്, ലോകത്തിലേക്കുള്ള അനുഗ്രഹമാണ്. സർവ്വലോകത്തിനും അനുഗ്രഹമായ ആ റസൂലുള്ളാഹിന്റെ പിറവിയിൽ എല്ലാവരും സന്തോഷിക്കുന്നു. എന്നാൽ അതിൽ സന്തോഷിക്കാത്ത ഒരു വ്യക്തി മാത്രമേ ലോകത്തുള്ളൂ, ആ വ്യക്തിയുടെ അനുയായികളും. ചരിത്രങ്ങളിൽ കാണാം, ഇബ്ലീസുൽ ലഈൻ കരഞ്ഞ സന്ദർഭമുണ്ടായിട്ടുണ്ട്. അദ്ദേഹം പൊട്ടിക്കരഞ്ഞ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ 3 സന്ദർഭത്തിനാണ് അദ്ദേഹം കരഞ്ഞത്. ഒന്ന്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിലാണ് കരഞ്ഞത്. നബിയെ പ്രസവിച്ചു എന്ന ആ സന്തോഷ വാർത്ത കേട്ടപ്പോൾ എല്ലാവരും സന്തോഷിച്ച് ആഹ്ലാദിച്ചു. വാനലോകത്ത് വെച്ച് മാലാഖമാരുടെ നേതാവ് വിളിച്ചു പറഞ്ഞു, ഉലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു. ആ റസൂലുള്ളാഹിനെ പുകഴ്ത്തിക്കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മഹത്വം പറഞ്ഞു. ഈ സമയത്താണ് ഇബ്ലീസും അനുയായികളും പൊട്ടിക്കരഞ്ഞു. ഇബ്ലീസ് വല്ലാതെ കരഞ്ഞപ്പോൾ ഇബ്ലീസിനോട് തൻ്റെ അനുയായികളെന്ന് ചോദിച്ച് എന്തിനാ കരയുന്നത്? അപ്പോൾ റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൻ്റെ അന്ന് വലിയ വിഷമം, ടെൻഷൻ ഉണ്ടായി. അത് സഹിക്കാൻ പറ്റാത്ത ഒരു ദിവസമായി അതിനെ കണ്ടത് ഇബ്ലീസാണ്. നാം പൃഥ്വിയെ പോലത്തെ ഒരു പറഞ്ഞു, നബി തങ്ങളുടെ ജന്മദിനത്തിന് ഇബ്ലീസ് കരയുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആൻ ശരീഫ്, ഏറ്റവും മഹത്വമുള്ള അല്ലാഹുവിൻ്റെ കലാം, നാം സംസാരിക്കുന്ന നമ്മുടെ നാക്കിലൂടെ നിർഗളിക്കുന്ന പദങ്ങളിൽ വെച്ച്, സംസാരങ്ങളിൽ വെച്ച്, കലാമിൽ വെച്ച് ഏറ്റവും മഹത്തമായ കലാം അത് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആനിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ളത് ഫാത്തിഹ സൂറത്താണ്. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയായ ഫാത്തിഹ നിസ്കാരത്തിൽ ആ ഫാത്തിഹ സൂറത്തിൽ നാം ഓതുന്നു. അത് നിർബന്ധമാണ്. ഫാത്തിഹ ഇല്ലെങ്കിൽ നിസ്കാരം സഹിയല്ല. ആ ഫാത്തിഹ സൂറത്തിൻ്റെ അവതരണ സമയത്ത് ഇബ്ലീസ് കരയുകയും വിഷമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇന്ന് നമ്മുടെ മൗലൂദി സദസ്സുകളിലും പള്ളികളിലും ഭരണ വീട്ടിലൊക്കെ നാം ഫാത്തിഹ വിളിക്കുന്ന സമയത്ത് തോനെ ആളുകളില്ലെങ്കിലും 1 or 2 ആളുകളൊക്കെ എഴുന്നേറ്റ് പോകുന്നത് കാണാം. ഫാത്തിഹ കേൾക്കുമ്പോൾ തന്നെ എഴുന്നേറ്റ് പോകുന്നത് കാണാം. അത് ഈ ഒരു
ഇബ്ലീസിൻ്റെ പിന്തുടർച്ചക്കാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരോടും കൂട്ടുകാരോടും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും പറയാനുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ നാം വലിയ സന്തോഷമുള്ളവരാണ്. നമ്മുടെ വീടുകളിൽ വെച്ചൊക്കെ നാം മൗലൂദ് പാരായണം നടത്താറുണ്ട്. ഈ പാഠത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത് നല്ല ഇസ്ലാമിക ചുറ്റുവട്ടത്തിൽ ജീവിക്കുന്ന നല്ല അന്തരീക്ഷമുള്ള റസൂലുള്ളാഹിനെ പിൻപറ്റി ജീവിക്കുന്ന അവിടുത്തെ മഹത്വങ്ങളൊക്കെ പാടിപ്പുകയറ്റി ജീവിക്കുന്ന നല്ലൊരു മഹല്ലാണ്, നല്ലൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വൽ 1 മുതൽക്ക് തന്നെ നമ്മുടെ വീടുകളിൽ 30 വരെയും റസൂലുള്ളാഹിനെ പ്രശംസിച്ചുകൊണ്ടുള്ള മൗലിദുകൾ നാം പറയാറുണ്ട്, ഓതാറുണ്ട്. അത് സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണ്. റസൂലുള്ളാഹിനെ സ്നേഹിക്കണമെന്ന് എല്ലാവർക്കും അറിയാം. ആ സ്നേഹത്തിൻ്റെ ഭാഗമായി നാം സദഖകൾ ചെയ്യുന്നു, റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു, റസൂലുള്ളാഹിന്റെ മഹത്വങ്ങൾ പാടുന്നു. അതൊക്കെ സ്നേഹത്തിൻ്റെ ഭാഗമാണെങ്കിലും പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരും എല്ലാവരും ഉണർന്ന് ചിന്തിക്കേണ്ട ഒരു മേഖലയുണ്ട്. നാം സ്നേഹിക്കുന്ന കരടിൻ്റെ കഷ്ണമായ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാടാനും പുകഴ്ത്താനും ഒക്കെ നാം തയ്യാറാണ്. പക്ഷേ ആ റസൂലുള്ളാഹി ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തന്ന, കാണിച്ചു തന്ന റൂട്ടുണ്ട്, ജീവിതത്തിന് റൂട്ടുണ്ട്. ആ റൂട്ടിലൂടെ സഞ്ചരിക്കലാണ് ഏറ്റവും വലിയ റസൂലുള്ളാഹിനെ പിൻപറ്റുക എന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ എന്നെ അനുകരിക്കണം, എന്നെ അനുസരിക്കണം, എന്നെ വഴിപ്പെടണം എന്ന് പറഞ്ഞെങ്കിൽ ആ വഴിപ്പെടൽ വെച്ച് ഏറ്റവും ഉദാത്തമായ വഴിപ്പെടൽ അവിടുത്തെ മാർഗം സ്വീകരിക്കണം. ഞാൻ ആവർത്തിച്ച് പറയുന്നു, മൗലൂദിൻ്റെ അന്ന് ഞാൻ മനസ്സിലാക്കുന്നു, നമ്മുടെ നാടുകളിലൊക്കെ ഉള്ളതുപോലെ ഇവിടെയും ഉണ്ടാവും. സുബഹിക്ക് നേരത്തെ തന്നെ കുളിച്ച് വൃത്തിയായി വന്ന് നമ്മൾ ധാരാളം മൗലൂദ്. പക്ഷെ അന്ന് ധാരാളം ആളുകൾ പള്ളിയിൽ പങ്കെടുത്തു. പിറ്റേ ദിവസം സുബഹിക്ക് ആരെയും കാണുന്നില്ല. ഇമാമിനെയും 2-3 പ്രായം ചെന്ന ആളുകളെയും. ഈ നാട്ടിൽ ചെറുപ്പക്കാരില്ലേ? ഈ നാട്ടിൽ ബാക്കിയുള്ളവരില്ലേ? യഥാർത്ഥത്തിൽ നബിനെ സ്നേഹിക്കുന്ന ഒരാൾ അല്ലാഹു റസൂൽ കൊണ്ടുവന്ന ആശയത്തെ തൊഴിലേറ്റാൻ, ചുമലിലേറ്റാൻ നാം തയ്യാറാവണം. സുബഹി നിസ്കാരത്തിന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് കിടന്നുറങ്ങാതെ നാം നിസ്കാരം പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിർവഹിക്കുന്ന ഒരു സാഹചര്യം നാം ഉണ്ടാക്കിയെടുക്കണം. അതിന് ഈ നാട്ടുകാർ മുമ്പന്തിയിലാണ് എനിക്കറിയാം. എന്നാലും നമ്മുടെ മക്കളിൽ അത് ശീലിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കന്മാർ തന്നെ മക്കളെയും വിളിച്ചു ഉയർത്തി മക്കളെയും കൂട്ടി പള്ളിയിൽ വരുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പ്രവാചകൻ നമുക്ക് ദർശനങ്ങളുണ്ട്, മാതൃകകളുണ്ട്. അതും കൂടി നാം സ്വീകരിക്കണം. അപ്പോഴേ നമ്മുടെ ഇസ്ലാം പൂർണ്ണമാകുന്നുള്ളൂ. നമ്മൾ മാലയും മൗലിദും ഒക്കെ നന്നാക്കി ചെല്ലുന്നുണ്ട്. പക്ഷേ ആ മാല ചെല്ലുന്ന, ആ മൗലിദ് ചെല്ലുന്ന അന്ന് നമ്മുടെ സുബഹിസ്കാരം അല്ലെങ്കിൽ അസംസ്കാരം അല്ലെങ്കിൽ മറ്റു നിസ്കാരങ്ങൾ കഥായി പോകുന്ന സാഹചര്യം ഉണ്ടാവരുത്. മറ്റൊന്ന് ലഭിതങ്ങൾ കാണിച്ച് നമ്മൾ നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നു, നിസ്കരിച്ച് സലാം വീട്ടി തിരക്കാൻ നമുക്ക് പോകുന്നു. ഒരേ പോയിട്ട് എന്താ പറയുക, ലോക്ക്ഡൗണാണല്ലോ, ഏട്ടും പോയി കൂടെ ഒന്നും ചെയ്യുക. എന്നാലും ഇസ്ലാം കൽപ്പിച്ച സുന്നത്ത് നിസ്കാരങ്ങൾ പോലും അത് നിർവഹിക്കാൻ നാം തയ്യാറാകുന്നില്ല. എന്തുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാം ഏതായാലും മരിക്കുന്നു നമുക്ക് ഉറപ്പാണ്. നാം മരിക്കുന്ന സമയത്ത് കൊണ്ടുപോകാൻ നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ പറമ്പുകളും സ്വത്തുകളും ആഭരണങ്ങളും അങ്ങനെ ഒരു സാധനം നമുക്ക് വേണ്ട. അതെല്ലാം നമ്മളിവിടെ വിട്ടേച്ച് പോവുകയാണ്. പക്ഷെ നമുക്ക് വേണ്ടത് അല്ലാഹുവിൻ്റെ മുന്നിൽ നാം കുനിഞ്ഞ നീർന്ന സുജൂദ് ചെയ്ത ആരാധനകളാണ് കൊണ്ടുപോകുന്നത്. ഈ ആരാധനകൾ അതിപ്രധാനമാണ് നിസ്കാരം. ആ നിസ്കാരങ്ങളെ കൂട്ടത്തിൽ അതിപ്രധാനമാണ് സുന്നത്തുകൾ. ആ സുന്നത്തായ നിസ്കാരം നമ്മൾ നിർവഹിക്കുന്നവർ എവിടെയാണ്? ഓരോ നിസ്കാരം കഴിഞ്ഞ് എന്ത് തിരക്കൂട്ടു 2 റക്അത്ത് പള്ളിയിൽ നിസ്കരിച്ചൂടെ? ഈ പള്ളിയിൽ നിസ്കരിക്കുന്നത് വീട്ടിൽ വെച്ചെങ്കിലും സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കി തീർക്കണമെന്ന് ഈ നബിദിന സന്ദേശമായി ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹിദായത്തുൽ മദ്രസയുടെ ഉസ്താദുമാരുടെ ഭാഗമായി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഏറ്റവും മോക്കതായ സുന്നത്ത് 10 റക്അത്തുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് അത് മോക്കതാണ്. ളുഹറിന് മുമ്പ് 2 റക്അത്ത് മോക്കതുണ്ട്, ശേഷം 2 റക്അത്ത് മോക്കതുണ്ട്. മഗ്‌രിബിൻ്റെ ശേഷം 2 റക്അത്ത് മോക്കതാണ്. അതുപോലെ ഇശാന് ശേഷം അത് തന്നെങ്കിലും നിർവഹിക്കുന്ന ഒരു ചുറ്റുഭാഗം ഉമ്മമാരിലും പെൺകുട്ടികളിലും അതുപോലെ നമ്മുടെ രക്ഷിതാക്കന്മാരും ഉണ്ടാവണം. രക്ഷിതാക്കന്മാർ എന്തുകൊണ്ട് മക്കളോട് നിസ്കരിച്ചോന്ന് വരെ ചോദിക്കാൻ അലർജിയാണ്. അപ്പോൾ നമ്മളുടെ കുട്ടികൾ നന്നാവാൻ നാം നന്നാവണം.
നാം നന്നായാൽ നമ്മുടെ മക്കളും അൽഹംദുലില്ലാഹ് നന്നാവും. അപ്പോൾ മക്കൾക്ക് നല്ലൊരു മോഡലാവണം, നല്ല മോഡലാവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരം കണ്ടിട്ടാണ് നിങ്ങളുടെ മക്കളും പള്ളിയിൽ വരും. നിങ്ങൾ അങ്ങാടിയിൽ ലേറ്റായിക്കൊണ്ട് കഥയും പറഞ്ഞിരുന്ന് കുറേ സമയം കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നതെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങളുടെ മക്കളും എന്ത് ചെയ്യും, അത് പഠിക്കും. അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് മക്കളൊക്കെ നിങ്ങൾ അങ്ങാടിയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് ഒരു ഉമ്മയുടെ കഥ. ആ ഉമ്മയുടെ സ്വഭാവം നിങ്ങൾക്കുണ്ടായിരിക്കണം, നമ്മുടെ ഉമ്മമാർക്കും ഉണ്ടായിരിക്കണം. എന്താണ് ആ സ്വഭാവം? കുട്ടികൾ അങ്ങാടിയിലേക്ക് അത്യാവശ്യത്തിന് സാധനം വാങ്ങാൻ വേണ്ടി ഉമ്മ പറഞ്ഞേക്കും. അങ്ങാടിയിൽ വെച്ച് ഏതെങ്കിലും ഒരു ദിവസം 10 മിനിറ്റ് 5 മിനിറ്റ് കുട്ടി തിരിച്ചു വരാൻ നേരം വൈകി കഴിഞ്ഞാൽ ഉമ്മ ഉടനെ ചോദിക്കും, ഇന്നെന്താ മോനെ വൈകാൻ കാരണം? ഒരിക്കൽ മകൻ പറഞ്ഞു, ഞാൻ അങ്ങാടിയിൽ ഒരു ചെറിയ സർക്കസ് പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം, ആളുകൾക്ക് ഒരുമിച്ച് കൂടി ഒരു ജാലവിദ്യ കാണിക്കുന്നുണ്ടായിരുന്നു, അവിടെ ആയിരുന്നു. ഉടനെ തന്നെ ഉമ്മ പറഞ്ഞു, മോനെ ഇനി അത് കാണരുത്, മോനെ പറഞ്ഞേക്കുന്നത് സാധനം വാങ്ങാനല്ലേ, സാധനം വാങ്ങി വേഗം തിരിച്ചു വരിക, അത്തരം ഒരു പരിപാടികളും നീ പങ്കെടുക്കരുത്, നീ കാണരുത്. ഇത് കേട്ട സമയം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു വാപ്പ പറയേണ്ട വർത്തമാനമാണ് ഒരു ഉമ്മ മകനെ വിളിച്ചിട്ട് ഉപദേശിക്കുന്നത്. ഇതുപോലെ നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ള വിഷയം വരാം. മക്കൾ സാധാരണഗതിയിൽ വീഡിയോ പോയി വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ നേരം വൈകുമ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്തുക എന്നത് വലിയ ആ കുട്ടിയുടെ പുരോഗതിക്ക് വേണ്ട വലിയ ആവശ്യമാണ്. ആ ഉമ്മ കാരണം കണ്ടെത്തി, ആ കണ്ടെത്തിയ കാരണത്തിൽ തന്നെ ശരിക്കും ഒരു പണ്ഡിതൻ പോലെ ആ ഉമ്മ ഉപദേശിക്കുകയാണ്, മോനെ നമുക്ക് കാണാൻ പാടില്ല, അവിടെ നിൽക്കരുത്, സമയം കളയരുത് മോനെ, നീ വീട്ടിൽ വരണം, കറക്റ്റായിട്ട് വരണം. ഇങ്ങനെ ഇത് വലിയൊരു സംഭവമാണ്. ഇതുപോലെ തന്നെ നാം കുട്ടികൾ എന്ത് ചെയ്യണം, പിന്തുടരണം. കുട്ടികൾ അങ്ങാടിയിൽ പോയാൽ എന്ത് ചെയ്യുന്നു, കുട്ടികൾ സ്കൂളിൽ പോയാൽ എന്ത് ചെയ്യുന്നു, കുട്ടികൾ വീടുകളിൽ എന്ത് ചെയ്യുന്നു, മൊബൈൽ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുമ്പോഴേ നമുക്ക് കുട്ടികളെ നാം ഉദ്ദേശിച്ച രൂപത്തിലേക്ക് നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സുബ്ഹി നിസ്കാരത്തിന് എഴുന്നേറ്റാൽ നമ്മൾ കുറച്ച് സമയം ദിക്റും കാര്യങ്ങളൊക്കെ വീട്ടിൽ അങ്ങനെ സംവിധാനം ഉണ്ടാക്കുമ്പോഴേ നമ്മുടെ മക്കളും ആ സംവിധാനത്തിൽ വരികയുള്ളൂ. നമ്മൾ സുബ്ഹിൻ്റെ സമയത്ത് കടന്നിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മക്കളിലേക്കും അത് പകരും, അതൊരു പകർച്ചയാതെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടും മറ്റു സത്യവിശ്വാസികളോടൊക്കെ പറയാനുള്ളത്, മൗലൂദിൽ നമുക്ക് വലിയ ആവേശമാണ്, പക്ഷേ നിസ്കരിക്കാൻ ആവേശമല്ല. അപ്പോൾ നമ്മുടെ ഈമാൻ എന്തൊരു കോട്ടമുണ്ട്. നബിതങ്ങൾ പഠിപ്പിച്ചെന്ന സുന്നത്ത് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് താല്പര്യമില്ല. നിസ്കരിക്കുന്ന സമയത്ത് ഒരു തൊപ്പി പോലും വേണമെന്ന് രക്ഷിതാവ് ഓർക്കുന്നില്ല. ആ രക്ഷിതാവ് തന്നെ മകനോടും അത് പറയുന്നില്ല. തനിക്ക് തൻ്റെ തലയിൽ തൊപ്പി ഇല്ലാത്തത് കൊണ്ട് മകനോട് എങ്ങനെ പറയും? ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒരു ഭാഗം ക്ലിയർ ആണെങ്കിൽ പ്രധാനപ്പെട്ട മറുഭാഗം നാം ആരും ക്ലിയർ അല്ല. അതുകൊണ്ട് നാം പേടിക്കണം. ഈ നബിദിന സന്ദേശം നമ്മുടെ ജീവിതം അടിമുടി മുതൽക്ക് മാറ്റത്തിന് വിധേയമാക്കാൻ നാം ശ്രമിക്കുകയും വിധേയമാക്കാൻ വേണ്ടി അല്ലാഹുവിനോട് പരമാവധി നമ്മളെപ്പോഴും ദുആ ചെയ്യണം. നമ്മുടെ ജീവിതം നന്നാവാൻ നാം ദുആ ചെയ്യുകയും നമ്മുടെ കുടുംബത്തിൻ്റെയും മക്കളുടെയും ജീവിതം നന്നാവാൻ വേണ്ടി പ്രധാന ഒരു കാരണമാണ് പ്രാർത്ഥന എന്നത്. അതുകൊണ്ട് പല രക്ഷിതാക്കന്മാരും പല വിഷയങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയുമെങ്കിലും ഞാൻ രക്ഷിതാക്കന്മാർ ഉണർത്തുന്നു, നിങ്ങളെ മക്കളുടെ പ്രോബ്ലംസ് പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി നിങ്ങൾ സയ്യിദന്മാരെയും ഉസ്താദുമാരെയും സ്വാലിഹീങ്ങളെയൊക്കെ കണ്ടു പറയും. പക്ഷേ നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം ആത്മാർത്ഥമായി ദുആ എടുക്കുന്നുണ്ടോ? ഒരു നിസ്കാരത്തിന് ശേഷമോ മറ്റൊരു സമയത്തോ നാം രക്ഷിതാക്കന്മാർ പലപ്പോഴും നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ മറന്നു പോവുകയാണ്. അതുണ്ടാവരുത്. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അതുപോലെ നാം സംസാരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ നാവിലൂടെ ഇസ്ലാം വെറുക്കുന്ന അനിഷ്ടമായി കൽപ്പിച്ച പദപ്രയോഗങ്ങൾ മക്കൾക്കെതിരെ നടക്കുന്നുണ്ടോ എന്നൊക്കെയും നാം ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതശൈലി വളരെയേറെ നമ്മൾ വീടുകളിൽ തന്നെ മെച്ചപ്പെടുത്തിയാൽ ആ ശൈലിയാണ് മക്കളിലേക്ക് പകരുക. അതുകൊണ്ട് അത് നിങ്ങൾ സ്വീകരിക്കണം. മറ്റൊന്ന് കൂട്ടുകെട്ടാണ്. നല്ല കൂട്ടുകെട്ട് നിങ്ങൾ എപ്പോഴും മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും വേണം. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് നല്ല കൂട്ടുകെട്ടിലൂടെ നല്ല സ്വഭാവങ്ങൾ നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ നല്ല കൂട്ടുകെട്ടുകൾ, നമ്മുടെ മക്കളുടെ കൂട്ടുകാരൻ ആരാണെന്ന് നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് വിധിയത് മോൻ നല്ല മോനാണ്, പക്ഷേ അവൻ രാത്രിയായി കഴിഞ്ഞാൽ 4 കാലുമിലാണ് നടക്കുക എന്ന വിവരം രക്ഷിതാക്കന്മാർക്ക് അറിയില്ല. അങ്ങനത്തെവരെ നാം കൂട്ടുകെട്ടാക്കുമ്പോൾ ഇപ്പം വീണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ മകനും കാല് തെറ്റി നടക്കാൻ ആരംഭിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നാം എപ്പോഴും സാലിഹ്യങ്ങളുമായി നല്ലവരുമായി നമ്മുടെ സംഘടനകളുമായി നല്ല കൂട്ടുകെട്ട് കെട്ടിക്കൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും സംസ്കരിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഈ പരിശുദ്ധമായ
നബിദിന സന്ദേശമായി എനിക്ക് ഉണർത്താറുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈമാനോടുകൂടെ മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും പല സമയത്തും പറഞ്ഞ് ദുആ കേൾക്കാൻ വേണ്ടി പറഞ്ഞ സഹോദരിമാരും സഹോദരന്മാരും ഈ നാട്ടിലുമുണ്ട്, മറുനാട്ടിലുമുണ്ട്. ഒരുപാട് നാടുകളിൽ നിന്ന് നമുക്ക് സംഭാവനകൾ നൽകിയ, നമ്മുടെ സ്ഥാപനങ്ങളെ സ്നേഹിച്ച മുഅ്മിനും മുഅ്മിനാത്തുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെയും അർഹമായ പ്രതിഫലം നൽകട്ടെ. അവരിൽ മരിച്ചുപോയവരുണ്ട്, അള്ളാഹു അവർക്ക് അവർ സ്വർഗീയ പൂങ്കാവനമാക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളും ഒന്നും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്താതെ കാമിലായ ഈമാനത്തോട് സന്തോഷത്തോടെ റാഹത്തോടുള്ള ജീവിതം നൽകി അവസാനം മുത്തുനബിയെ കണ്ട് മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി ആ നബിയോടുകൂടെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്ത് അള്ളാഹുവിൻ്റെ മഹദ് ഫദൽ കൊണ്ട് നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളൊക്കെ ഞങ്ങൾക്കും ഉസ്താദുമാർക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു, സ്വാഗതം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ ഉസ്താദുമാർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കോവിഡിൻ്റെ ഈ പ്രതിസന്ധി നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓൺലൈൻ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ മദ്രസകളിലും സ്ഥാപനങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും വിശ്വാസികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ നബിയുടെ മദ്ഹുകൾ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തആല തന്നെ മദ്ഹ് ചെയ്ത അഷ്റഫുൽ ഖൽഖ് തങ്ങളെ മദ്ഹ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുമ്പോൾ അത് വലിയൊരു സുവർണ അവസരമാണെന്ന് നാം മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പകർന്നു തന്നിട്ടുള്ള ആ ഉസ്വത്തുൻ ഹസന, നബിയുടെ സൽ സ്വഭാവം, ആ സ്വഭാവം പരമാവധി ഉൾക്കൊള്ളാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും നാം ഓരോരുത്തരും ശ്രദ്ധിക്കൽ അനിവാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കടന്നു വരുമ്പോൾ, റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് ആഗതമാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു സുന്നത്തെങ്കിലും വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങളാക്കി റബീഉൽ അവ്വൽ മാസത്തിനെ നാം വിനിയോഗിക്കണം. ധാരാളം സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ അടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ആലോചനകളും പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സ്വഹാബികളും താബിഈങ്ങളും താബിഈങ്ങളും ഇമാമിങ്ങളുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിരറ്റ് സ്നേഹിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ മൗലിദ് രചിക്കുകയും മൗലിദ് ഓതുകയും ചെയ്തതിൻ്റെ ചരിത്രങ്ങൾ, സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ലോകം മുഴുവനും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയ ഈ ഒരു കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന നബിദിനാഘോഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അമേരിക്കയിലും യൂറോപ്പിലും ബ്രിട്ടനിലും അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബിദിനാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്തിൽ കാണാം, വറഫഅനാ ലക ദിക്റക്, വറഫഅനാ ലക ദിക്റക്. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. വറഫഅനാ ലക ദിക്റക്, നബിയെ തങ്ങളുടെ സ്മരണയെ
തങ്ങളുടെ ഓർക്കലിനെ, തങ്ങളുടെ മൗലിദിനെ, തങ്ങളെ ആളുകൾ പറയുന്നതിനെ നാം ഉയർത്തിയിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം നടന്നതിനേക്കാൾ വിപുലമായ രൂപത്തിലാണ് ഓരോ വർഷവും മൗലിദുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, സാധാരണ നമ്മുടെ മദ്രസയിലെ കുട്ടികളുടെ പരിപാടികൾ ആകെ ആ പരിപാടിക്ക് വരുന്ന 100, 150, 200 ആളുകൾ മാത്രമേ കാണാറുള്ളൂ. എന്നാൽ ഇന്ന് നമ്മുടെ മദ്രസയിൽ നടക്കുന്ന പരിപാടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾക്ക് കാലാകാലവും കാണാൻ കഴിയുന്ന രൂപത്തിൽ യൂട്യൂബിലൂടെയാണ് നടക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ പരിപാടി വലുതായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടത്തിയതിനെ അപേക്ഷിച്ച് സ്റ്റേജില്ല, മൈക്കില്ല എന്നൊക്കെയുള്ള മാറ്റങ്ങളുണ്ടെങ്കിലും പരിപാടി ഒരു പടി കൂടി മുന്നിലുള്ള രൂപത്തിലാണ് ഈ വർഷത്തെ പരിപാടികൾ നടക്കുന്നത്. നമ്മുടെ മദ്രസയിലെ ആൺകുട്ടികളുടെ ഒക്കെ പരിപാടികൾ അൽഹംദുലില്ലാഹ് ഇവിടെ നടക്കാൻ പോവുകയാണ്. ആ പരിപാടികളൊക്കെ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുകയും ആ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രോത്സാഹനങ്ങളും അനുമോദനങ്ങളും ഒക്കെ നൽകാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളും ശബ്ദം കേൾക്കുന്ന സുഹൃത്തുക്കളൊക്കെ തയ്യാറാവണം. നമ്മുടെ മദ്രസയിലെ മറ്റ് പെൺകുട്ടികൾക്കും മറ്റുമൊക്കെയുള്ള ഓഫ് സ്റ്റേജ് മത്സരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു സമ്മാനം വീതം നൽകാനും ഇവിടെ തീരുമാനമായിട്ടുണ്ട്. ആ സമ്മാനങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് നൽകും. പ്രത്യേകിച്ച് രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, കൊറോണയുടെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് നടക്കുന്നത്. ആ ഓൺലൈൻ സംവിധാനത്തിൽ വിദ്യാർത്ഥികളെക്കാൾ ഒരു പടി രക്ഷിതാക്കൾ ആ വിഷയത്തിൽ ശ്രദ്ധ കാണിച്ചാൽ മാത്രമേ നമ്മുടെ പഠനം കാര്യക്ഷമമാവുകയുള്ളൂ, ആ പഠനം വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസവും വരുന്ന ക്ലാസ്സുകൾ എൻ്റെ മകൻ കേട്ടിട്ടുണ്ടോ, എൻ്റെ മകൾ കേട്ടിട്ടുണ്ടോ, അന്നത്തെ വർക്കിൻ്റെ മോൻ ചെയ്ത് അയച്ചിട്ടുണ്ടോ എന്നൊക്കെ വിലയിരുത്തുകയും അത് ചെയ്തിട്ടില്ലെങ്കിൽ അവരെ ചെയ്ത് അയക്കാൻ വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങളും പിന്തുണയും അതിനു വേണ്ടിയുള്ള ഓർമ്മപ്പെടുത്തലൊക്കെ പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഹിദായത്തു സുബിയാൻ മദ്രസ അൽഹംദുലില്ലാഹ് വളരെ ഭംഗിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ പരീക്ഷയിലൊക്കെയുള്ള സർട്ടിഫിക്കറ്റുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ വിതരണം ചെയ്യും. അല്ലാഹു തആല നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന സ്വാലിഹായ മക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സ്ഥാപനം, നമ്മുടെ ഈ മദ്രസയെ സഹായിക്കുന്ന, മദ്രസയ്ക്ക് വേണ്ടി സഹകരിക്കുന്നതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ, രക്ഷിതാക്കൾ, നാട്ടുകാർ എല്ലാവർക്കും അല്ലാഹു തആല ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നബിദിന പരിപാടിയിലേക്ക് സംഭാവനകൾ നൽകിയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ധാരാളം ഖൈറാത്തുകൾ നൽകി അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള സിയാറത്ത് ചെയ്യാൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാത്തും സലാമും പറയാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. സദഖല്ലാഹു മൗലാനൽ അളീം. ഏറ്റവും പ്രിയപ്പെട്ട ഉസ്താദുമാർ, അതുപോലെ തന്നെ ദർസിലും മദ്രസയിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഈ മദ്ഹ റസൂൽ പ്രഭാഷണവും കുട്ടികളുടെ കലാപരിപാടികളും സംഘടിപ്പിച്ച സംഘാടകർ, അല്ലാഹു നമ്മളെയും ഈ പറയപ്പെട്ടവരെയൊക്കെ ജന്നാത്തുൻ നഈമിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 1495-ാമത്തെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷത്തിലാണ് ലോക മുസ്ലിമീങ്ങൾ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹം ഉണ്ടെന്ന് പറയുന്ന ഏതൊരു വിശ്വാസിക്കും വിശ്വാസിനിക്കും
റബീഉൽ അവ്വൽ എന്ന മാസം വളരെ പ്രാധാന്യപ്പെട്ടതും മഹത്വമേറിയതുമാണ് എന്ന കാര്യത്തിൽ ഇന്ന് തർക്കമില്ല. തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം മറ്റൊരു ഭാഗത്തുണ്ടെങ്കിലും അവർ യഥാർത്ഥ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പിന്തുടരുന്നവരും അല്ല. അതുകൊണ്ട് നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല. മുത്തായ നബി അംഗീകരിക്കുന്ന, വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്ന ലോക മുസ്ലിമീങ്ങൾ കൊണ്ടാടുന്ന, ആഘോഷിക്കുന്ന, സന്തോഷം പങ്കിടുന്ന ഏറ്റവും വലിയ മഹത്വമേറിയ മാസമാണ് റബീഉൽ അവ്വൽ. ആ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഓരോ ദിവസത്തിനും ഹബീബായ തങ്ങളുടെ സ്നേഹത്തിന്റെ സുഗന്ധം നമ്മൾ അനുഭവിക്കാറുണ്ട്. പണ്ട് കാലം മുതലേ പാരമ്പര്യമായിട്ട് നമ്മുടെ ഉലമാക്കളും ഉമറാക്കളും ഈ ലോകത്ത് ജീവിച്ചു പോയ സൂഫികളുമൊക്കെ നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും വലിയൊരു മാതൃകയാണ് റബീഉൽ അവ്വൽ മാസം വന്നു കഴിഞ്ഞാൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് ധന്യമായ ഈ മാസത്തിൽ മുത്തായ തങ്ങളെ മദഹി ചെയ്യുക, ഹബീബായ തങ്ങളെ കുറിച്ച് പാട്ടുപാടുക, ഹബീബായ തങ്ങളെ കുറിച്ച് പ്രസംഗിക്കുക, ഹബീബായ തങ്ങൾക്ക് ഒരുപാട് സ്വലാത്തും സലാമും ചൊല്ലുക, അതുപോലെ തന്നെ ഒരുപാട് മൗലിദിന്റെ സദസ്സുകൾ സംഘടിപ്പിക്കുക. പള്ളിയിലും മദ്രസകളിലും നാടുകളിലുമെല്ലാം റബീഉൽ അവ്വൽ 30 ദിനത്തിലും വളരെ ഭംഗിയായി കൊണ്ട് വിപുലമായി കൊണ്ട് മൗലിദ് സദസ്സ് നടന്നു വരാറുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് COVID-19 എന്ന് പറയുന്ന രോഗം, കൊറോണ വൈറസ് നമ്മുടെ ചുറ്റും ഉള്ള ഒരു സാഹചര്യത്തിൽ വരെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരുപാട് ആഘോഷങ്ങളും സദസ്സുകളും നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അതെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു അതെല്ലാം നമ്മളിൽ നിന്ന് കബൂൽ ചെയ്ത് അർഹമായ പ്രതിഫലം നമുക്കും നമ്മളെ ബന്ധപ്പെട്ട എല്ലാവർക്കും നൽകുമാറാവട്ടെ. കൂടുതലൊന്നും നീട്ടി പറയില്ല. ദർസ് വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ ഹിദായത്തുസ് സുബിയാൻ എന്ന് പറയുന്ന മദ്രസ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മദ്ഹ് പറയുകയാണെങ്കിൽ എത്ര പറഞ്ഞാലും തീരില്ല എന്നുള്ള കാര്യത്തിൽ ലോകം അംഗീകരിച്ച ഏറ്റവും വലിയ സത്യമാണ്. അല്ലാഹു അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ നമ്മളോട് പറഞ്ഞു, വ അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. നബി, തങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്ത് ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് അല്ലാഹു തആല സൂറത്തുൽ ദുഹായിൽ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു നിയമത്തിനെ എടുത്തു പറയാനും നിയമത്തുകൾ കൊണ്ട് സന്തോഷിക്കാൻ. ലതായിഫുൽ മആരിഫ് എന്ന കിതാബിൽ കാണാൻ കഴിയും. മഹാനവറുകൾ പറഞ്ഞു, അതിന്റെ മുസന്നിഫ് പറയുന്നു, ഫലൈസ ലില്ലാഹി നിഅമത്തുൻ അഅ്ളമു മിൻ ഇർസാലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്ദി ഇലൽ ഹഖി വസിറാത്തിൽ മുസ്തഖീം. അല്ലാഹുവിന് ഒരുപാട് കോടിക്കണക്കിന് നിഅമത്ത് ഉണ്ട്, നമുക്ക് ചെയ്തു തന്നിട്ടുമുണ്ട്. ആ നിയമത്തുകളിൽ ഏറ്റവും മഹത്തമായ ഏറ്റവും വലുതായ നിയമത്താണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളിലേക്ക് പറഞ്ഞയച്ചത്. തങ്ങളെ ലോകത്തിന് കൊണ്ടുവന്നതാണ് ഏറ്റവും വലിയ നിയമത്ത്. ആ ഒരു നിയമത്ത് കൊണ്ട് അള്ളാഹു തന്നെ നമ്മോട് എടുത്തു പറയാനും സന്തോഷിക്കാനും വേണ്ടി പറയുമ്പോൾ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ലോക മുസ്ലിമീങ്ങൾ റബീഉൽ അവ്വൽ കൊണ്ടാടുന്നു. ഈ ആയത്തിനെ ആധാരമാക്കി നമുക്ക് പറയാൻ കഴിയും, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു സന്തോഷിക്കാൻ വേണ്ടി നമ്മളോട് ആഹ്വാനം ചെയ്തു. റഹ്മത്ത് അള്ളാഹു തന്നെ നമ്മളെ ഖുർആനിൽ പരിചയപ്പെടുത്താൻ അള്ളാഹുവിന്റെ റഹ്മത്ത് ഏതാണ്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അള്ളാഹുവിന്റെ റഹ്മത്ത്. അത് ലോകത്തുള്ള മുഴുവൻ ജീവനുള്ളതും ജീവനില്ലാത്ത ഏതൊക്കെ വസ്തുക്കളുണ്ടോ, ആലമാകുന്ന പ്രപഞ്ചത്തിൽ അല്ലാഹു തആല എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതിനെല്ലാം ഹബീബായ തങ്ങൾ റഹ്മത്താണ്. ആ ഒരു വിഷയം ഞാൻ കൂടുതൽ പ്രതിപാദിക്കുകയില്ല. മുത്തുനബിയുടെ റഹ്മത്ത് എന്നുള്ള വിഷയം തന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് തരം പറയാൻ കഴിയും. അപ്പോൾ അത്രത്തോളം അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തന്ന ഏറ്റവും വലിയ നിഅമത്തായ അള്ളാഹുവിന്റെ റഹ്മത്തായ എല്ലാം കൊണ്ടും അംഗീകരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും സ്നേഹിക്കൽ കടപ്പെട്ടതുമായ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷത്തിൽ ഒരുമിച്ച് കൂടിയ നമ്മളെ അള്ളാഹുവെ നീ കബൂൽ ചെയ്യണേ റഹ്മാൻ. കൂടുതലൊന്നും നീട്ടി പറയാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഈ മജ്ലിസ്, ഈ ഒരു പരിപാടി
ഉദ്ഘാടനം ചെയ്യുക എന്ന കർത്തവ്യം മാത്രമേ എൻ്റെ പക്കലുള്ളൂ. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ഖുർആനിക വാക്യത്തോട് കൂടെ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് റഹ്മുർ റഹീമീനായ റബ്ബ് ഇവിടെ പാട്ട് പാടുന്ന മക്കൾക്കും പ്രസംഗിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർ, ഉസ്താദുമാർ, നമ്മുടെ സ്ഥാപനത്തിനോട് ബന്ധപ്പെട്ടവർ, സഹായിക്കുന്നവർ ആരൊക്കെ എവിടെയൊക്കെയുണ്ട് എല്ലാവരെയും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഹലാലായ മുറാദുകളൊക്കെ അള്ളാഹു തആല അവരുടെയും നമ്മുടെയും ഹാസിലാക്കി തരുമാറാവട്ടെ. അവരെയും നമ്മെ അള്ളാഹു ജന്നാത്തിൻ നഈം ഒരുമിച്ച് കൂടി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സയ്യിദ് അവർകൾ, ഉസ്താദുമാർ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, അള്ളാഹു നമ്മൾ ഈ സംഗമനം നിന്ന് അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മഹത്താക്കപ്പെട്ട മാസത്തിൽ ലോകമെമ്പാടും ഹബീബ് റസൂലുള്ളാഹി വിവിധങ്ങളുടെ പേരിലുള്ള മീലാദ് പരിപാടി കൊണ്ടാടുകയാണ്. പ്രത്യേകമായ ഈ സാഹചര്യത്തിൽ അൽഹംദുലില്ലാഹ് എല്ലാ പ്രദേശങ്ങളിലും പരസ്യമായിട്ടില്ലെങ്കിലും വളരെ ഒറ്റപ്പെട്ട രൂപത്തിലൊക്കെ അൽഹംദുലില്ലാഹ് വളരെ ഭംഗിയായാണ് ഈ വർഷം പരിപാടി നടക്കുന്നത്. അല്ലാഹു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദദ് ലഭിക്കുന്ന ഒരു മഹത്തായ പരിപാടിയായി അല്ലാഹു ഇതിനെ കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആനന്ദവും ആവേശവും ഉത്സാഹവും കാണിക്കേണ്ട ഒരു മഹത്തായ പരിപാടി തന്നെയാണ് നബിയുടെ പേരുള്ള ഈ പരിപാടി. കാരണം ഒരു മുഅ്മിൻ പരിപൂർണമായ ഒരു മുഅ്മിനാവണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവൻ സ്നേഹിക്കപ്പെടേണ്ടത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അതാണ് മുത്തനബി നമ്മെ പഠിപ്പിച്ചത്. നിങ്ങൾ ഒരു പരിപൂർണമായ കാമിലായ മുഅ്മിനാവണമെങ്കിലോ നിങ്ങളുടെ സ്വത്തിനേക്കാളും നിങ്ങളുടെ സമ്പത്തിനേക്കാളും നിങ്ങളുടെ ഭാര്യയെക്കാളും മക്കളെക്കാളും ദുന്യാവിലുള്ള സകല വസ്തുവിനേക്കാളും നിങ്ങൾ എന്നെ പ്രിയം വെക്കുന്നത് വരെ നിങ്ങൾ ആരും ഒരു മുഅ്മിനാവുകയില്ല എന്ന് ഹബീബ് റസൂലുള്ളാഹി ആ മുത്തനബിയുടെ ഹദീസ് അനർത്ഥമാക്കി എന്നോട് പറയാനുള്ളതോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലോ നാം സ്നേഹിക്കേണ്ടതും ഇഷ്ടപ്പെടേണ്ടതും നാം ഹബീബിനെ മുത്തനബി തങ്ങളെയാണ്. അള്ളാഹു ഹബീബിനെ ഇഷ്ക് വെക്കാൻ, മഹബത്ത് വെക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ആ ഹബീബിനെ സ്നേഹിച്ചാലേ നമുക്ക് പരിപൂർണമായ മുഅ്മിനാകാൻ സാധിക്കുകയുള്ളൂ. മഹാന്മാരായ മുൻഗാമികളായ ആലിമീങ്ങൾ, പൂർവികരായ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നതും കാണിച്ചു തന്നതും അതൊക്കെയാണ്. നമുക്കറിയാം, ഈ അടുത്ത് വഫാത്തായ ഒരുപാട് മഹാന്മാർ നമ്മൾ ചിന്തിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ വിജയവും കാര്യങ്ങളുമെല്ലാം ഹബീബിനെ നിഷ്കരിച്ചതിൻ്റെ പേരിലാണ്. അവരുടെ മനസ്സിൽ പ്രയാസങ്ങൾ വരുമ്പോഴേക്കും അവർ മദീനത്തിലേക്ക് എത്തുകയാണ്. ഈ അടുത്ത് വഫാത്തായി പോയ മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ് അല്ലാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. മഹാനവറുകളുടെയൊക്കെ ചരിത്രങ്ങൾ അങ്ങനെയാണ്. ഏത് പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോഴേക്കും അത് നേരെ മദീനയിലേക്ക് പോവുക എന്ന ആവേശകരമായ ഒരു പ്രവർത്തന കാര്യങ്ങളായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ വിജയമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ നമ്മുടെ ബഹുമാനപ്പെട്ട ശൈഖുനാ ആഷിഖ് റസൂൽ കുണ്ടൂർ ഉസ്താദിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഏത് വിഷമം കൽപ്പിൽ വന്നാലും ഉടനെ മദീനയിൽ പോവുക, ഹബീബിൻ്റെ മദ്ഹ് പാടുക, പറയുക, ഉണ്ടാക്കുക, എത്തിക്കുക എന്നതാണ് അവരുടെയൊക്കെ ജീവിത വിജയത്തിലെ പ്രധാന ഘടകം. അതുകൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ടോളം നമ്മുടെ ജീവിതത്തിലെ എല്ലാറ്റിനേക്കാളും നമ്മുടെ മുത്തുനബി നമുക്ക് സ്നേഹിക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ഈമാൻ സലാമത്തുകാവുകയുള്ളൂ. അള്ളാഹു പരിപൂർണമായ മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഉൾപ്പെടുത്തുമാറാവട്ടെ. മുത്തുനബിയുടെ മദ്ഹ് പാടാനും പറയാനും രചിക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് റസൂലുള്ളാഹിന്റെ മദ്ഹ് കീർത്തന സദസ്സുകൾ പങ്കെടുക്കാൻ, മൗലിദിന്റെ മജ്ലിസിൽ പങ്കെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബിനെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അത്രമാത്രം നമുക്ക് ഈമാൻ വർദ്ധിക്കും. എത്ര റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നതിനപ്പുറം എത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്ന അത്രമാത്രം വിദേഹത്തിലൂടെ നമുക്ക് വെറുപ്പ് വരണം. വിദേഹത്തിനോട് ശക്തമായി വെറുപ്പ് വരുമ്പോഴാണ് നമ്മുടെ ഈമാൻ നമുക്ക് പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹു തആല പരിപൂർണമായ മുഅ്മിനീങ്ങളിൽ അല്ലാഹുവിനെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമുക്ക് അല്ലാഹു തആല പരിപൂർണമായ മുഅ്മിനായി പരിപൂർണമായ കാമിലായ മുഅ്മിനായി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. അല്ലാഹു മരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിനെ കാണാൻ, സ്വർഗം കണ്ടു മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ നടക്കുന്ന ഈ മഹത്തായ പരിപാടി
പ്രത്യേകിച്ചും മദീന മഖ്ദൂമിലേക്ക് നടക്കുന്ന ഹിദായത്ത് സുബിയാൻ സെക്കൻഡറി മദ്രസയുടെ ഈ നബിദിന പരിപാടിക്ക് ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത പ്രിയപ്പെട്ട ഉസ്താദന്മാരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇതിനുവേണ്ടി പരിപാടികൾ അവതരിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, പൊന്നുമക്കള്, അല്ലാഹു അവർക്കൊക്കെ നല്ല ആഫിയ ഇൽമിനെ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഈ മദ്രസ കമ്മിറ്റികൾ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിൻ്റെ കമ്മിറ്റിക്കാർ, മറ്റു ഇതിൻ്റെ സഹകാരികൾ, പ്രത്യേകിച്ച് സ്ഥാപനത്തിന് നമുക്ക് സഹായിക്കുന്ന ഒരുപാട് ആളുകൾ, സാമ്പത്തികമായി ഇതിൻ്റെ തുടക്കകാലം മുതൽ ഇന്ന് വരെ ആരെല്ലാം സഹായിച്ചു അല്ലാഹു അവർക്കൊക്കെ ബർക്കത്ത് നൽകുമാറാവട്ടെ. ഇതൊരു റുപ്യ തന്നു മുതൽ 10,000 വരെ വരുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സ്ഥാപനത്തിന് സഹായിക്കുന്നവരുണ്ട്. ആരെല്ലാം സഹായിച്ചവർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇവിടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു സലാമത്ത് നൽകുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാർ ഈ സ്ഥാപനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണ്. പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയുടെ വിഷയങ്ങളായാലും മദ്രസിൻ്റെ വിഷയത്തിലായാലും, പ്രത്യേകിച്ച് ഈ 12 നടന്ന പരിപാടിയിൽ നമ്മുടെ നാട്ടുകാരായ നമ്മുടെ പ്രവർത്തകന്മാർ, ഈ നാട്ടുകാർ ഒരുപാട് സഹായിച്ചിട്ട് അല്ലാഹു അതെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു ആ സഹായങ്ങളൊക്കെ നാളെ പരലോകത്തേക്കുള്ള അമലായി അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഇതിനുവേണ്ടി സാമ്പത്തികമായും ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മുടെ എല്ലാ പരിപാടിയിലും ഇതിനുവേണ്ടി ഓടി പ്രവർത്തിക്കുന്നവരായ നമ്മുടെ പ്രവർത്തകന്മാർ അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി മഹത്തായ ഈ പരിപാടിക്ക് അഭിനന്ദനങ്ങളുടെ സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും സ്ഥാപനത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ഉസ്താദുമാർക്ക് വേണ്ടി, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി, ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഓടി നടക്കുന്നവർക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദീന മഖ്ദൂം എഡ്യൂക്കേഷൻ സെൻ്ററിൻ്റെ കീഴിലുള്ള ഹിദായത്ത് സുബിയാൻ സെക്കൻഡറി മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളുടെ ഓൺലൈൻ പരിപാടിയിലാണ് നാം ഉള്ളത്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ കോവിഡ് പ്രതിസന്ധിയിലും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷം നടത്താൻ, അതിൽ പങ്കാളികളാകാൻ ഈ ആധുനിക സൗകര്യം അല്ലാഹു നൽകിയത് വലിയൊരു നിഅമത്താണ്. നേരത്തെ കഴിഞ്ഞ ഒരുപാട് പരിപാടികൾ നാം ഓൺലൈനിൽ നടത്തിയതുപോലെ ഈ വർഷവും വളരെ വ്യത്യസ്തമായ രൂപത്തിൽ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നാം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി നാം ചെയ്തിട്ടുണ്ട്. നമ്മുടെ റബീഉൽ അവ്വൽ 12-ന് നമ്മുടെ പള്ളിയിൽ നടക്കുന്ന പരിപാടികൾ, സുബഹിയുടെ പരിപാടിയും ഭക്ഷണ പരിപാടികളുമൊക്കെ അതിഗംഭീരമായി അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നടത്താൻ കഴിഞ്ഞു. ആ പരിപാടിയിലേക്ക് ഒരുപാട് ആളുകൾ വലിയ വലിയ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ ഭക്ഷണ പരിപാടിയിലേക്കും അതുപോലെ തന്നെ രാവിലെയുള്ള നമ്മുടെ മൗലിദിൻ്റെ അതിലേക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിലേക്കും സാമ്പത്തികമായും ശാരീരികമായും എല്ലാ നിലയിലും വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് ധാരാളം ചെറുപ്പക്കാരും ഒക്കെ നമ്മുടെ പരിപാടിയോട് സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പിന്നെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് നേരിട്ട് ജനങ്ങളെ അഭിമുഖീകരിച്ച് ഒരു പരിപാടി നടത്താൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും നമ്മുടെ ഈ പരിപാടി നാം വളരെ ഗംഭീരമായി അവതരിപ്പിച്ച് അതൊരുപാട് കാലങ്ങളോളം നമുക്ക് ഈ ലൈവായിട്ടും അതിനുശേഷവും റെക്കോർഡായി നിൽക്കുന്നതുകൊണ്ട് ഇനി വീണ്ടും അത് നമുക്ക് കാണാനും മറ്റും സാധിക്കുന്ന ഒരു പരിപാടിയാണ്.
നേരിട്ട് കാണാൻ കഴിയാത്ത പരിപാടി അവതരിപ്പിക്കാൻ കഴിയാത്തതിലൊന്നും ആർക്കും വിഷമിക്കേണ്ടതില്ല. ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ നിന്നും നമുക്ക് പരിപാടി വീക്ഷിക്കാനുള്ള ഒരു സൗകര്യം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി തന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് സ്നേഹിക്കാനും അവിടത്തേക്ക് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനും വർദ്ധിപ്പിക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ സുന്നത്തുകൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ ജീവിതം സംശുദ്ധമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് വ്യക്തിത്വങ്ങളെ നമുക്ക് കഴിഞ്ഞ വർഷം നമ്മുടെ റബീഉൽ ലെവലിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടുകാരായിട്ടും നമ്മുടെ നേതാക്കന്മാരായിട്ടും നമ്മോടൊപ്പം ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ഇതിൻ്റെ നമ്മുടെ ഈ പരിപാടിയുടെ ഒരു മിസ്ര സവാബ് അല്ലാഹു എത്തിച്ചു നൽകി അവരൊക്കെ ദറജ അല്ലാഹു ഉയർത്തുമാറാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാനെഴുതും കവിതയിലൊഴുകും മസിയുടെ ഉറവ മദീനയിലാ. ഞാൻ പാടും പുകളിൻ നിഴലുകൾ വിടരും സൂന റൗളയിലാ. ഞാനെഴുതും കവിതയിലൊഴുകും മസിയുടെ ഉറവ മദീനയിലാ. ഞാൻ പാടും പകലിൻ ഇതളുകൾ വിടരും സൂനം റൗളയിലാ. ആ വിടരും സൂനമിൽ പടരും സ്നേഹം എഴുതിയതിരില്ല, പാടിയ തീരില്ല. എഴുതിയതിരില്ല, പാടിയ തീരില്ല. ഖുർറത്തു ഐനി ഹാദാ ഖൽബി മദീന വാദാ. കമർതു ജാനാനാദി ഖുദ് ബിയദി യാ സനദി യാ റസൂലല്ലാഹ്. ഞാനെഴുതും കവിതയിലൊഴുകും മഷിയുടെ ഉറവ മദീനയിലാ. ഞാൻ പാടും പുകളിൻ നിഴലുകൾ വിടരും ശൂന്യം റൗളയിലാ. ആ പടരും സ്നേഹം കനവിതിലാ. അബൂബക്കർ ഉമർ ഉസ്മാൻ അലി അസ്ഹാബരെ ഞാൻ കണ്ടില്ല. അപരാധം കാടും ബിലാലരെ നാദം ഇതുവരെ കേട്ടില്ല. അബൂബക്കർ ഉമർ ഉസ്മാൻ അലി അസ്ഹാബരെ ഞാൻ കണ്ടില്ല. അപദാനം പാടും ബിലാലരെ നാദം ഇതുവരെ കേട്ടില്ല. അവിടുത്തെ പാദം പുണരാൻ അവസരം ഇതുവരെ തന്നില്ല. അവിടുത്തെ പാദം പുണരാൻ അവസരം ഇതുവരെ തന്നില്ല. ആ ഭാഗ്യം എനിക്കവനേകാൻ ഇതുവരെ തിരുനബി തന്നില്ല. അവരും ഇവരും പലരും കണ്ടു, മദീനയെ ഞാൻ കണ്ടില്ല. മദീനയെ ഞാൻ കണ്ടില്ല. ഞാനെഴുതും കവിതയിലൊഴുകും മസിയുടെ ഉറവ മദീനയിലാ. ഞാൻ പാടും പുകളിൻ നിഴലുകൾ വിടരും ശൂന്യം റൗളയിലാ. ഞാനെഴുതും കവിതയിലൊഴുകും മസിയുടെ ഉറവ മദീനയിലാ. ഞാൻ പാടും പുകളിൻ ഇതളുകൾ വിടരും ശൂന്യം റൗളയിലാ. ഖുർആനിറങ്ങിയ ഒരു നാൾ പോയിരിക്കും ഞാൻ. ഉദരത്തുടയോനിൽ സ്മൃതികൾ ഓർത്തിരിക്കും ഞാൻ. ഖുർആനിറങ്ങിയ ഒരു നാൾ പോയിരിക്കും ഞാൻ. ഉദരത്തുടയോനിൽ സ്മൃതികൾ ഓർത്തിരിക്കും ഞാൻ. ചിലന്തി നെയ്വലയും സൗരിൽ ഉണ്ട് തിരക്കും ഞാൻ. ചിലന്തി നെയ്ത വലയം സൗരിൽ ഉണ്ട് തിരക്കും ഞാൻ. അവരും ഇവരും പലരും കണ്ടു, മദീനയെ ഞാൻ കണ്ടില്ല. മദീനയെ ഞാൻ കണ്ടില്ല.
ഞാനെഴുതും കവിതയിലൊഴുകും മസിയുടെ ഉറവ മദീനയിലാ. ഞാൻ പാടും പുകളിൻ നിഴലുകൾ വിടരും ശൂൻ തൗലയിലാ. ഞാനെഴുതും കവിതയിലൊഴുകും മസിയുടെ ഉറവ മദീനയിലാ. ഞാൻ പാടും പുകളിൻ നിഴലുകൾ വിടരും ശൂൻ തൗലയിലാ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم. മിന്നും മദീനത്ത് പോകണം, എൻ്റെ മുത്തിൻ സലാമൊന്ന് ചൊല്ലണം. മാനസതോപ്പിൽ മയങ്ങുന്ന എൻ്റെ നബിയോടെ ചാരത്ത് നിൽക്കണം. മിന്നും മദീനത്ത് പോകണം, എൻ്റെ മുത്തിൻ സലാമൊന്ന് ചൊല്ലണം. മാനസതോപ്പിൽ മയങ്ങുന്ന എൻ്റെ നബിയോടെ ചാരത്ത് നിൽക്കണം. പുന്നാര നബിയെ പൂന്തേ കനിയെ പൂത്തു വസിക്കുന്ന കൽബിൻ നിധിയെ. പുന്നാര നബിയെ പൂന്തേ കനിയെ പൂത്തു വസിക്കുന്ന കൽബിൻ നിധിയെ. മഹബൂബരേ മഹശൂക്കരേ മാതളത്തേൻ മലരേ. മഹബൂബരേ മഹശൂക്കരേ മാതളത്തേൻ മലരേ. മിന്നും മദീനത്ത് പോകണം, എൻ്റെ മുത്തിൻ സലാമൊന്ന് ചൊല്ലണം. മാനസതോപ്പിൽ മയങ്ങുന്ന എൻ്റെ നബിയോടെ ചാരത്ത് നിൽക്കണം. ലംഘും മദീന ഹുബ്ബിൻ നസീന. കരളിൽ കുടികൊള്ളും മുത്തിൻ മദീന. ലംഘും മദീന ഹുബ്ബിൻ നസീന. കരളിൽ കുടികൊള്ളും മുത്തിൻ മദീന. മിന്നും മദീനത്ത് പോകണം, എൻ്റെ മുത്തിൻ സലാമൊന്ന് ചൊല്ലണം. മാനസതോപ്പിൽ മയങ്ങുന്ന എൻ്റെ നബിയോടെ ചാരത്ത് നിൽക്കണം. ആ പുണ്യതീരം കാണാൻ കൊതിയെ, ആ പുണ്യ സവിധത്തിൽ എത്താൻ കൊതിയെ. ആ പുണ്യതീരം കാണാൻ കൊതിയെ,
ആ പുണ്യ സവിധത്തിൽ എത്താൻ കൊതിയേ. അസ്സലാമലൈക്കും. ആഘോഷത്തിൻ്റെ ദിനമാണ്, ഇന്നൊരു നല്ലൊരു ദിനമാണ്, മുത്ത് പിറന്നൊരു ദിനമാണ്, സന്തോഷത്തിൻ്റെ ദിനമാണ്, മുത്ത് പിറന്നു മക്കതിൽ അല്ലമിനായി പിന്നെ മദീനയിലായല്ലോ, സൽഗുണരായി തീർന്നല്ലോ. ആഘോഷത്തിൻ ദിനമാണ്, ഇന്നൊരു നല്ലൊരു ദിനമാണ്, മുത്ത് പിറന്നൊരു ദിനമാണ്, സന്തോഷത്തിൻ ദിനമാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള ഉസ്താദുമാരെ, സഹപാഠികളെ, ആദരവ്, ബഹുമാനം എന്നിവ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. അവയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ചു കഴിഞ്ഞിരുന്ന ഒരാളായിരുന്നല്ലോ ഇബ്ലീസ്. അവനെ അള്ളാഹു പുറത്താക്കി. മഹാനായ ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ അവൻ വിസമ്മതിച്ചു. അതായിരുന്നു കാരണം. മാത്രമല്ല, അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇതിൽ വളരെയേറെ പാഠമുണ്ട് നമുക്ക്. അതായത്, അനുസരണം ഏറ്റവും ആവശ്യമാണെന്നും അതിന് കൂട്ടാക്കാത്തവർ എത്ര ഉയർന്ന സ്ഥാനത്തിരുന്നാലും അവൻ്റെ സ്ഥാനം നഷ്ടമാകുമെന്നാണ് ഈ സംഭവം നമ്മെ ഉണർത്തുന്നത്. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, മുതിർന്നവർ തുടങ്ങി പലരോടും നാം മര്യാദ കാണിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഉന്നത സ്ഥാനത്ത് എത്തിപ്പെടാൻ കഴിയൂ. പലപ്പോഴും നമ്മൾ ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് മുതിർന്നവരെ അനുസരിക്കാതിരിക്കുകയും ഗുരുവര്യന്മാരെ ചീത്ത വിളിക്കുകയും ചെയ്യുന്ന പ്രവണത കണ്ടുവരാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് നാം വളരെ ഗൗരവത്തോടെ നിർത്തുന്നു. അത്തരക്കാരെ നമ്മൾ ഒരിക്കലും മാറിക്കൂടാ. അത് നമ്മുടെ കരാര്യത്തിന് നന്നായി കാരണമാകും. ഇബ്ലീസിന്റെ പാഠം നാം എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കണമെന്ന് ഉണർത്തി ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. മുസ്തഫ മുസ്തഫ منبع للصفا سيد أنبياء مشعلا في الوفا كان في عطفه لليدا مذفا هن قلبي له فاو شوقا إليه ليس أرجو سوى شوكة باليدين الصلاة عليه والسلام عليه للسماء ارتضى فأتى بالنقى وهذا وجهه سيرا مشرقا كان من عفوه مصطفى مصطفى منبعا للصفا سيد الأنبياء مشعلا في الوفا كان في عطفه لليتامى ضيفا هن قلبي له فهو شوقا إليه ليس أرجو سوى شوقة باليدين الصلاة عليه والسلام عليه كان في هذه وانهاجا وسعة كان تصعده بسمة بوسطة سيد في الكرم قمة في العطاء مصطفى مصطفى منبعا للصفا سيد الأنبياء مشعلا في الوفا كان في عطفه لليتامى ضيفا هن قلبي له فهو شوقا إليه ليس أرجو سوى شوكة من يديه الصلاة عليه والسلام عليه. السلام عليكم.
ഹബീബുല്ലാഹി മയങ്ങും റൗള കാണാനാ എങ്കിൽ കൊതിയേറെയാ ആശയുമായി ഞാനേ പൂമണി നിൽക്കുമ്പോനെ ആശയുമായി ഞാനേ പൂമണി നിൽക്കുമ്പോനെ ഹൈറാം തീരും റൗള ഞാൻ കണ്ടില്ല ഹൈറാം തീരും നെഞ്ചിൽ ആശ പോറ്റില്ല തോഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുല്ലാഹി മയങ്ങും റൗള കാണാനാ എങ്കിൽ കൊതിയേറെയാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മലരം കുലം നീർത്തി നദി പോൽ മരുഭൂ ഹയാത്താക്കും റസൂൽ. മലരം കുലം നീർത്തി നദി പോൽ മരുഭൂ ഹയാത്താക്കും റസൂൽ. കുലം കൂടി ശുദ്ധിത്ത ബുധാ കാലം ലോകിൽ ഭരിത്ത ബദാ ബലം റൂൽ കുറിസതിനർശാംഗം തലമല വടകലിതാ മഹ്ശറ സാക്ഷി ഗുരു നബിയേ തിരുവഴിയേ അനുഗമിക്കാം തിരുകുറുപ്പുകൾ മൊഴിയുടെ സരണികളിൽ ഹൃദയം സമർപ്പിക്കാം ഇരുജഗമകിലം ഞാൻ നേദിക്കാം ഇരുജഗമകിലം ഞാൻ നേദിക്കാം സുഖഭോഗപതും നരകാകുലവും മറന്നു കൊണ്ടതിൽ ലയിക്കാം മലരം കുലം നിർത്തി മതിപോൽ മരുഭൂ ഹയാത്താക്കും റസൂൽ. ജലം മൗനദീപതി വേദാംബർ ഹബീബുല്ലാ ജാലം ജന്നിൻ സിന്നാകെ വേദങ്ങൾ മൊഴിഞ്ഞുള്ള ജലം മൗനദീപതി വേദാംബർ ഹബീബുല്ലാ ജാലം ജന്നിൻ സിന്നാകെ വേദങ്ങൾ മൊഴിഞ്ഞുള്ള നല്ല ജയമരുളിടുന്നൊരു ഗുരുപരം പൊരുളറിവിത്ത നബിമുല്ല മലരിത രാജനിരാ നൂറുനരാ രാജനിരാ നൂറുനരാ കരം തന്നിട്ടൊരു വരം നല്ല പൊരുളാ കാമിൽ റസൂൽ വരവായി കാവൽ നാമൂർ കുളർവായി കാമിൽ റസൂൽ വരവായി കാലം നാമൂർ കുളർവായി ഉണരുന്നൊരുൾ പൂവ് അബുൽ ഖാസിം ബിൻ അബ്ദില്ല ഉണരുന്നൊരുൾ പൂവ് അബുൽ ഖാസിം ബിൻ അബ്ദില്ല മലരം കുലം നീർത്തി നദി പോൽ മരുഭൂ ഹയാത്താക്കും റസൂൽ. മലരം കുലം നീർത്തി നദി പോൽ മരുഭൂ ഹയാത്താക്കും റസൂൽ. കുലം ശൂരി ശുദ്ധിത്ത ബുധാ കാലം ലോകിൽ ഭരിത്ത ബദാ ബലം റോയിൽ കുറിസതിലർശാംഗം തലമല മടകരിതാ മഹ്ശറ സാക്ഷി ഗുരു നബിയേ തിരുവഴിയേ അനുഗമിക്കാം തിരുകുറുപ്പുകൾ മൊഴിയുടെ സരണികളിൽ ഹൃദയം സമർപ്പിക്കാം ഇരുജഗമകിലം ഞാൻ നേദിക്കാം ഇരുജഗമകിലം ഞാൻ നേദിക്കാം സുഖഭോഗപതും നരകാകുലവും മറന്നു കൊണ്ടതിൽ ലയിക്കാം മരണം കുലം നിർത്തി നദി പോൽ മരുഭൂ ഹയാത്താക്കും റസൂൽ. മരുഭൂ ഹയാത്താക്കും റസൂൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനീയരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, ഈ സുന്ദര നബി ദിനാഘോഷത്തിന്റെ വേദിയിൽ മുത്തുനബിയുടെ സ്വഭാഷ വിശേഷങ്ങളെ കുറിച്ച് അല്പം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഗം തൗഫീഖാകട്ടെ. ആമീൻ. നിങ്ങൾക്കറിയില്ലേ, മുത്തുനബി ശത്രുക്കളോട് പോലും പുഞ്ചിയോടെയായിരുന്നു പ്രതികരിക്കാൻ. ഖുറൈശികളുടെ ഇടയിൽ അൽ അമീൻ എന്നായിരുന്നു വിളിക്കുക. കാരണം മുത്തുനബി എന്ത് വന്നാലും സത്യം മാത്രമായിരുന്നു പറയാൻ. മുത്തുനബി ആരെങ്കിലും വല്ല സഹായം ചോദിച്ചാൽ ഇല്ലാന്ന് പറയാറുണ്ടായിരുന്നില്ല. ഒരു ദിവസം മുത്തുനബിയുടെ സ്ഥലങ്ങളും ഒരു വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. പെട്ടെന്ന് ഒരു അറാബി പിന്നിൽ നിന്ന് അവിടുത്തെ ഷാൾ വലിക്കുകയും പിറടിയിൽ പാടി വരികയും ചെയ്തു. അപ്പോൾ അറാബി പറഞ്ഞു, ഓ മുഹമ്മദേ, താങ്കളുടെ അടുത്തുള്ള അള്ളാഹുവിന്റെ ധനത്തിൽ നിന്ന് എനിക്ക് അല്പം തരിക. തിരുനബി തിരിഞ്ഞോക്കി പുഞ്ചിരിച്ചു. പിന്നെ അയാൾക്ക് ധനം നൽകാൻ സഹാബികളോട് കൽപ്പിക്കുകയും ചെയ്തു. മുത്തുനബിയുടെ ഒരു യാത്ര ഭക്ഷണത്തിനായി ആ ദിനാർക്കം നിശ്ചയിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ ആ ദിനാർക്കം മറ്റൊരാൾ തോലൂരി കഷ്ണമാക്കാനും വേറൊരാൾ പാചകം ചെയ്യാനും ഏറ്റെടുത്തു. മുത്തുനബി ഇവർക്ക് ചേർന്നും ഏറ്റെടുത്തു. അപ്പോൾ അനുചരന്മാർ പറഞ്ഞു, താങ്കളുടെ പകരം നിങ്ങൾ ചെയ്തുകൊള്ളാം നബി, എനിക്ക് പകരം നിങ്ങൾ അത് ചെയ്യുമെന്ന് എനിക്ക് അറിയാം. എന്നാൽ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തരാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അല്ലാഹു തന്റെ അടിമ സജ്ജർക്കിടയിൽ വ്യത്യസ്തനെ വെറുക്കുന്നവനാണ്. മുത്തുനബിയുടെ ഒരു യാത്രയെ വെറുക്കുന്നവരാണ്. മക്ക വിജയത്തിന്റെ ഘട്ടത്തിൽ നബിയെ പുറത്താക്കിയതും നബിയോട് യുദ്ധം ചെയ്ത കുറ്റവാളികളോടും നിങ്ങൾ പോവുക, നിങ്ങൾ സ്വതന്ത്രരാണ് എന്നായിരുന്നു മുത്തുനബി പ്രതികരണം ചെയ്തത്. മുത്തുനബി എപ്പോഴും പറയുമായിരുന്നു, ഒരടിമ ഇരിക്കുന്നിടത്ത് ഞാനും ഇരിക്കും, ഒരടിമ ഭക്ഷിക്കുന്നത് ഞാനും ഭക്ഷിക്കും എന്നത് മാത്രമല്ല, പാവങ്ങളുടെയും അടിമകളുടെയും ആവശ്യത്തിന് അവരുടെ കൂടെ പോകുമ്പോൾ അങ്ങ് പുച്ഛിക്കത്തില്ല, നല്ല രീതിയിൽ മാത്രമായിരുന്നു പെരുമാറുക. ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഭക്തരമാറ്റൊളി ചേലാണ്, സുന്ദരവദനം പൂവാണ്, അഞ്ചിൽ പ്രഭ ഒളി തെളിവാണ്. സ്വർഗത്തിൻ രാജാവ് സുന്ദരനാണ്, സ്വർഗീയ റാണികൾ കാത്തിരിപ്പാണ്. സ്വർഗത്തിൻ രാജാവ് സുന്ദരനാണ്, സ്വർഗീയ റാണികൾ കാത്തിരിപ്പാണ്. നബിയേ നബിയേ നൂറേ ഓ താജേ, പിരിശേറുന്നൊരു നബിയാണ്, ഭക്തരമാറ്റൊളി ചേലാണ്, സുന്ദരവദനം പൂവാണ്, അഞ്ചിൽ പ്രഭ ഒളി തെളിവാണ്. സ്വർണ്ണ കിരീടമാണിന്ന റസൂലുള്ളാഹ്, സുബ്ഹാന്റെ സുവനത്തിൽ താജൽ ഹബീബുള്ളാഹ്. സ്വർണ്ണ കിരീടമാണിന്ന റസൂലുള്ളാഹ്, സുബ്ഹാന്റെ സുവനത്തിൽ താജൽ ഹബീബുള്ളാഹ്. വർണ്ണങ്ങൾ നിറയുന്നു, പലരും തിളങ്ങുന്നു, സുവനം ചമയുന്നു, മധുഹും ഉയരുന്നു, സുവനപ്പൂ വിരിയുന്നു, പൂഗന്ധം ഉയരുന്നു, ആഹ്ലാദം വിതറുന്നു, പൂമുത്തിൻ കല്യാണം. നബിയേ നബിയേ നൂറേ ഓ താജേ, പിരിശേറുന്നൊരു നബിയാണ്, ഭക്തരമാറ്റൊളി ചേലാണ്, സുന്ദരവദനം പൂവാണ്, അഞ്ചിൽ പ്രഭ ഒളി തെളിവാണ്. സ്വർണ്ണത്തിൻ കിളികൾ വാഴ്ത്തും നബിയല്ലേ, ആരും പുകഴ്ത്തുന്ന കുഞ്ഞാരപ്പൂവല്ലേ. സ്വർണ്ണത്തിൻ കിളികൾ വാഴ്ത്തും നബിയല്ലേ, ആരും പുകഴ്ത്തുന്ന കുഞ്ഞാരപ്പൂവല്ലേ. സ്വർഗത്തിൻ കല്യാണം ചേർത്തൊരു കല്യാണം, ആനന്ദ
സുഗന്ധം ആമോദം വിതറുന്നൊരു പുന്നാരം സ്വർഗത്തിൻ കല്യാണം ചേരത്തൊരു കല്യാണം ആനന്ദം ആമോദം വിതറുന്നൊരു പുന്നാരം നബിയേ നബിയേ നൂറേ ഓർത്താജേ പിരിശേറുന്നൊരു നബിയാണ് ഭക്തരമൊച്ചൊരു ചെയ്താണ് സുന്ദരവദനം പൂവാണ് അഞ്ചിൽ പ്രഭോളി തെളിവാണ് സുബ്ഹാൻ നബിയുടെ പുന്നാരറാണികൾ മറിയം ബി ആസിയാബി ഒളിരംഗും ഹൂറികൾ സുബ്ഹാൻ നബിയുടെ പുന്നാരറാണികൾ മറിയം ബി ആസിയാബി ഒളിരംഗും ഹൂറികൾ സുവനപ്പൂ വിരിയുന്നു ഭൂഗന്ധം ഉയരുന്നു ആഹ്ലാദം വിതറുന്നു പൂർവ്വത്തിൻ കല്യാണം സുവനപ്പൂ വിരിയുന്നു ഭൂഗന്ധം ഉയരുന്നു ആഹ്ലാദം വിതറുന്നു പൂർവ്വത്തിൻ കല്യാണം നബിയേ നബിയേ നൂറേ ഓർത്താജേ പിരിശേറുന്നൊരു നബിയാണ് ഭക്തരമൊച്ചൊരു ചേരാണ് സുന്ദരവദനം പൂവാണ് അഞ്ചിൽ പ്രഭോളി തെളിവാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇവിടെ ഒരു കൊച്ചു കഥ പറയാം. പണ്ട് അഥവാ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ കുഞ്ഞാനെടുത്തങ്ങള് ഒരു വയലോട് നടന്നു പോകുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഒരു ഉമ്മാമ അടിയും കുത്തിപ്പിടിച്ച് പമ്മി വരുന്നത് നബിയുടെ കണ്ണിൽപ്പെട്ടത്. ഉമ്മാമ ഒറ്റക്കല്ല, തലയിൽ എന്തോ ചുമടുമുണ്ട്. പാവം ഉമ്മാമ നടക്കാൻ വളരെ പ്രയാസപ്പെടുന്നുണ്ട്. ഇത് കണ്ട കുഞ്ഞാനെടുത്തങ്ങള് വളരെ സങ്കടം തോന്നി. പിന്നെ മുത്തുനബി എന്ത് ചെയ്തെന്നോ, വേഗം ഉമ്മാമന്റെ അടുത്ത് ചെന്ന് തലയിൽ നിന്ന് മുത്തുനബിയുടെ തലയിൽ വെച്ച് നേരെ നടക്കാൻ തുടങ്ങി. കുറെ ദൂരം ഉമ്മക്ക് അത്ഭുതം, കരുത്തുണ്ടോ ഇന്നത്തെ നല്ല ചെറുപ്പക്കാര്. കുറെ ദൂരം നടന്ന് കഴിഞ്ഞപ്പോൾ ഉമ്മാമന്റെ വീടെത്തി. വീട്ടിൽ ചുമട് ഇറക്കി കൊടുത്തു. ഞാൻ എത്താൻ പോരാനൊരുങ്ങുമ്പോൾ ഉമ്മാമ പറഞ്ഞു, മോനെ നീ വല്ലാത്തൊരു സഹായമാണ് ചെയ്തത്. കൂലി തരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല, അതുകൊണ്ട് മോനെ വിഷമിക്കരുത് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇന്നത്തെ നല്ല ചെറുപ്പക്കാരെ ചുരുപ്പാക്കാൻ വേണ്ടി മുഹമ്മദ് എന്നൊരുത്തൻ ഈ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ ഓന്റെ കെണിയിലൊന്നും മോന് കുടുങ്ങരുത് കേട്ടോ. ഞാനെടുത്തങ്ങള് പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞു, ആ മുഹമ്മദ് ഞാൻ തന്നെയാണ്, ഞാൻ ആരെയും വായ്പ ഏൽപ്പിച്ചിട്ടില്ല. പിന്നെയോ വായി നേരെയാക്കിയോ. പിന്നെ ഉമ്മാവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ആ മോനെ എന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. മോനെ ഇസ്ലാമത് ഞാനും സ്വീകരിക്കുന്നു. അങ്ങനെ ഉമ്മാമ ഇസ്ലാമൊന്ന് സ്വീകരിച്ചു. ഞാൻ എൻ്റെ കൊച്ചു കഥ നിർത്തുന്നു. മദീനത്ത് മഴങ്ങുന്ന മരതകമ വിളങ്ങു മഹബൂബ് നബിയെ സലാമലൈക സലാമലൈക നൂറി ഫിദാക യാ ഹബീബല്ലാഹ് നൂറി ഫിദാക യാ റസൂലല്ലാഹ് മദീനത്ത് 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 മഴങ്ങുന്നു മരതകമായി വിളങ്ങും മഹബൂബ് നബിയെ സലാമലൈക സലാമലൈക മനസകം കവർന്നൊരു കനിവിന്റെ പകർന്നൊരു മഹബൂബ് നബിയെ സലാമലൈക സലാമലൈക ദിക്കിലും മണയിലെ അയ്യോത്തിൽ റൗളയിൽ അസ്സലാമലൈക്കും. സുദിനം വന്നെത്തി, സന്തോഷത്തിൽ ദിനമെത്തി, മുത്തുറസൂൽ പിറന്ന ദിനം, പുണ്യം പൂക്കും നല്ല ദിനം,
ചൊല്ലി സലാത്തുകൾ ചൊല്ലിയിടാം, ദിക്റും ചൊല്ലി നടന്നിടാം, ദഫ് മുട്ടിപ്പാടിയിടാം, നബിദിനം സുദിനം വന്നെത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൂറെ പൂമതി അങ്ങുറങ്ങും സന്നിധി, പതിമദീന പൊൻതട്ടിൽ ചെന്നടയാൻ കൊതി. നൂറെ പൂമതി അങ്ങുറങ്ങും സന്നിധി, പതിമദീന പൊൻതട്ടിൽ ചെന്നടയാൻ കൊതി. അധിപതി പെരിയോനെ നീ വിധിയരുളിടുക്കോനെ, സദൈതൈരവാടേ തൗഫീഖ് യാ റഹീം. വിധിവതി പെരിയോനെ നീ വിധിയരുളിടുക്കോനെ, സദൈതൈരവാടേ തൗഫീഖ് യാ റഹീം. നൂറേ 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 പൂമതി അങ്ങുറങ്ങും സന്നിധി, പതിമദീന പൊൻതട്ടിൽ ചെന്നണയാൻ കൊതി. സുരപതി സരണി സുഹൃതം വിതച്ചൊരു ധരണി, സുബ്ഹാന്റെ സമ്മാനം തിരുഗുരുമദനി. സുരപതി സരണി സുഹൃതം വിതച്ചൊരു ധരണി, സുബ്ഹാന്റെ സമ്മാനം തിരുഗുരുമദനി. അഖില ലോക സയ്യിദേ അകമിലെ മഹൽനിധി, ആറ്റലെ മുഹമ്മദി അർശിലും മഹോന്നതി. അഖില ലോക സയ്യിദി അകമിലെ മഹൽനിധി, ആറ്റലെ മുഹമ്മദി അർശിലും മഹോന്നതി. നൂറേ 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 പൂമതി അങ്ങുറങ്ങും സന്നിധി, പതിമദീന പൊൻതട്ടിൽ ചെന്നടയാൻ കൊതി. അലങ്കൃത പതനം അന്നമുൽ ഹുദനബി സുബനം, അരുമൊപ്പൊൻ തിരികത്തും പൂങ്കാവനം. അലങ്കൃത പതനം അല്ലമുൽ ഹുദനബി സുവനം, അരുമപ്പൊൻ തിരികത്തും പൂങ്കാവനം. സൽസബീലിൻ സാരഥി സൽഗുണമൊഴുകുന്നത്, ആശിഖീങ്ങളെ ശ്രുതി വംശസന്തതി. സൽസബീലിൻ സാരഥി സൽഗുണമൊഴുകുന്നത്, ആശിഖീങ്ങളെ ശ്രുതി ഹാഷിം വംശസന്നിധി. നൂറേ 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 പൂമതി അങ്ങുറങ്ങും സന്നിധി, പതിമദീന പൊൻതട്ടിൽ ചെന്നടയാൻ കൊതി. നൂറേ പൂമതി അങ്ങുറങ്ങും സന്നിധി, പതിമദീന പൊൻതട്ടിൽ ചെന്നടയാൻ കൊതി. പതിമദീന പൊൻതട്ടിൽ ചെന്നടയാൻ കൊതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരക്കണിമരം റസൂലേ, ആസ്വരം കണിമരം ഹൈറാശബീലേ, ആലമിൻ അനുഗ്രഹം നൂറേ കമാലേ, അലമൽ മുതാനിധി എങ്കും തമാലേ. നബി 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 ഉലകിൽ സലാം സലാം നിലാവേ, പ്രഭാമയം ഹീനം പ്രപഞ്ചമിതാനം, പ്രവാചക പ്രശോഭനം ഇതാനം. ആദര കണിമരം തോഹ റസൂലേ, ആസ്വരം കണിമരം ഹൈറാശബീലേ, ആലമിൽ അനുഗ്രഹം നൂറേ കമാലേ, അലമൽ മുതാനിധി എങ്കും തമാലേ. നബി 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 ഉലകിൽ സലാം സലാം നിലാവേ, നബി നബി ഉലകിൽ കലാം കലാം നിലാവേ, പ്രമാമയം കിരീടം പ്രപഞ്ചനിദാനം. പ്രശോഭനം നിദാനം. ആദര കണിമരം തോഹ റസൂലേ, ആസ്വരം കണിമരം ഹൈറാശബീലേ, ആലമിൻ അനുഗ്രഹം നൂറേ കമാലേ, അലമൽ മുതാനിധി എങ്കും തമാലേ. അസ്സലാമു അലൈക്കും. ആദര കണിമരം തോഹ റസൂലേ, ആസ്വരം തെരുമ്പരം ഹൈറാം സബീലേ, ആലമിൻ അനുഗ്രഹം നൂറേ കമാലി, അലമുൽ ഹുദാനിധി എങ്കും ജമാലി. ആലമിൻ അനുഗ്രഹം നൂറേ കമാലി, അലമുൽ ഹുദാനിധി എങ്കും ജമാലി. ആദര കണിമരം
ത്വാഹ റസൂലേ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, ഓൺലൈനിൽ എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കളെ, തിരുനബിയുടെ തിരുപിറവി നമുക്ക് സന്തോഷം നൽകുന്നു. സുഹൃത്തുക്കളെ, COVID-19 എന്ന മഹാമാരി വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുമ്പോഴും പുതിയ കാലത്തെ മനുഷ്യരെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ മറ്റൊരു സാങ്കേതിക തലത്തിലേക്ക് നമ്മെ എത്തിച്ചിരിക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളും നടക്കുന്നത് മൊബൈൽ എന്ന ഡിവൈസിൽ കൂടെയാണ്. ഇതൊരു താൽക്കാലിക പഠനമാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഗുരുനാഥന്മാരുടെ മുമ്പിൽ നിന്ന് നേരിട്ട് പഠിക്കുമ്പോൾ അറിവ് ഇലക്ട്രിക് വേവ് പോലെ നമ്മുടെ മനസ്സിലേക്ക് ഡയറക്റ്റ് പേസ്റ്റ് ചെയ്യപ്പെടും. ഇവിടെയാണ് മുത്തുനബിയുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി പിടിച്ചുവെക്കുന്നത്. ജനിക്കുമ്പോൾ അത്ഭുതങ്ങൾ കാണിച്ചു വളർന്ന് തിരുനബിക്ക് വിദ്യാഭ്യാസവും അത്ഭുതത്തോടെ കാണിക്കാമായിരുന്നു. എന്നിട്ടും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം തിരുനബിയോട് നേരിട്ട് വന്ന് ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം എന്ന് പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക. ഇങ്ങനെ തന്നെയാണ് അറിവിന്റെ പ്രാക്ടിക്കൽ രൂപവും. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും അറിവിന്റെ മഹാത്മ്യം മനസ്സിലാക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. ഒരാൾക്ക് ഭൗതികമായി ഉയരണമെങ്കിൽ അവൻ ഭൗതിക വിദ്യാഭ്യാസം പഠിക്കട്ടെ. ദീനിൽ ഉയരണമെങ്കിൽ അവൻ മതവിദ്യാഭ്യാസം പഠിക്കട്ടെ. കൂട്ടത്തിൽ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാതെയും അവൻ ഇങ്ങനെ പ്രാർത്ഥിക്കട്ടെ: റബ്ബി സിദ്നി ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖ്ലൻ വഅദബൻ വഈമാനൻ കാമില. ഉപകാരപ്രദമായ അറിവിനു വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. സുഹൃത്തുക്കളെ, നീട്ടിക്കൊണ്ടു പോകുന്നില്ല. കുറച്ചു പറഞ്ഞ് ധാരാളം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുന്ന അവന്റെ നല്ല അടിമകളിൽ നമ്മെ പെടുത്തട്ടെ. നമ്മുടെ മദ്രസയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഹലാലായ പുരോഗതിക്ക് നാട്ടുകാരും രക്ഷിതാക്കളും ഉസ്താദുമാരും ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അല്ലാഹു നമ്മുടെ റബ്ബാണ് അല്ലാഹു. എല്ലാം കാണും അല്ലാഹു. എല്ലാം കാണും അല്ലാഹു. എല്ലാം സമതം അല്ലാഹു. പറയൂ കുട്ടികളെ, നമ്മുടെ നബിയുടെ പേരെന്ന്? നമ്മുടെ നബിയുടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകനേതാവിൻ മദീനയിലൊന്ന് പോകുന്നുണ്ട് ഞാൻ. ലോകമിൽ ഞാൻ ഏറ്റുവാങ്ങിയ സങ്കടങ്ങൾ പറയുവാൻ. ലോകഗുരു നബി തങ്ങളോട് പാപമേറ്റു പറഞ്ഞിടാൻ. ലോകമിൽ ഞാനുള്ള നാളിന് തിങ്കളെന്നെ പോറ്റിടാൻ. തിങ്കളെന്നെ പോറ്റിടാൻ. മധുരമൊഴുപിക ശോഭിത മനമിൽ നിറഞ്ഞു തിളങ്ങണം. മഹിതമാതിരുജീവിത മരണം വരെ അതു പുനരണം. യാ സയ്യിദ സാദാതി ജഹതുക കാസിദാ അർജുഹിമാ കഫല തുഹൈബ് മക്സദി. തിരുമദീന സിയാറത്തിന് പലരും പോകുന്നുണ്ട്. തിരുഹബീബു വിളിച്ചു കണ്ണുടുന്നതും ഞാൻ കണ്ട്. തുര സലവാത്തു ചൊല്ലിയ പാവമാണവ പണ്ട്. തെലുള്ള ഹബീബരോടുവിൽ പൂർണ്ണ സ്നേഹനില ഉണ്ട്. ഇവനുമൊന്നാ ത്വയ്ബമ നിരണഞ്ഞിടേണം പൊന്നെ. ഇഹ പരം സുഖമൊരു
നോരാഗണം ഞാൻ പിന്നെ ഇനി മറരരുതന്നെ ലോകനേതാവിൻ മദീനയിലൊന്ന് പോകുന്നുണ്ട് ഞാൻ ലോകനിൽ ഞാനേറ്റുവ സങ്കടങ്ങൾ പറയും. يا حبيبي نحن في ذلك هادي سهجيدي ചൊരിഞ്ഞ മധുവേ ഫുഹാദി يا حبيبي نحن في ذلك هادي سهجيدي ചൊരിഞ്ഞ മധുവേ ഫുഹാദി ആദിയൗവലുള്ള കനിഞ്ഞൊരു തിരുലൂരി ആദരം അതെന്റെ ബിബല്ലേ ആഗതം കനിഞ്ഞു കുളിർത്തു ജഗമൊന്നാകെ ആമിനാബി കോമൽ നിധിയല്ലേ യാ ഹബീബി നഹ്നു ഫി ദലക ഹാദി സ്നേഹഗീതി ചൊരിഞ്ഞ മധുവേ ഫുഹാദി പുണ്യ ഖുർആൻ ഇന്നു മിസ്റ ഇന്നു മിറാജിന്നയക് ആഖിറും ശഫാഅത്തിനുടമയം ഹബീബരെ നിന്നിറവേ പുണ്യ ഖുർആൻ ഇന്നു മിസ്റ ഇന്നു മിറാജിന്നയക് ആഖിറും ശഫാഅത്തിനുടമയം ഹബീബരെ നിന്നിറവേ കോൾമയിൽ പുളകം മണിഞ്ഞ ഖുറൈശി തന്നില നായകരെ കോൾമയിൽ പുളകം മണിഞ്ഞ ഖുറൈശി തന്നില നായകരെ പ്രഭുവായി പ്രപഞ്ചനിധിയായി പ്രഭ പരത്തും ആ പൂനിലാവ് മദ്ഹായ് മദ്ഹിനലയായി അതരമൊയ്യായി മദ്ഹേറ്റു പാടാം യാ ഹബീബി നഹ്നു ഫി ദലക ഹാദി സഹീദി ചൊരിഞ്ഞ മധുവേ ഫുഹാദി യാ ഹബീബി നഹ്നു ഫി ദലക ഹാദി സ്നേഹഗീതി ചൊരിഞ്ഞ മധുവേ ഫുഹാദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റൗളയിൽ ചന്ദൻ തിങ്കൾ ഹബീബിൻ ചാരത്തന്നാണയേണം മതിയിൽ ഞാനലയും നേരം ജീവൻ റൗളയിൽ പൊലിഞ്ഞിടണം റൗളയിൽ പൊലിഞ്ഞിടണം റൗളയിൽ ചന്ദൻ തിങ്കൾ ഹബീബിൻ ചാരത്തന്നാണയേണം എന്തു ചന്തമതിലേറെ മധുരം റൗളയിൽ വിരിയുന്ന പൂവിൽ എന്തു ചന്തമതിലേറെ മധുരം റൗളയിൽ വിരിയുന്ന പൂവിൽ മെല്ലെ മെല്ലെയപ്പൂന്തോപ്പിൽ ചിത്രശലഭമായി ഞാൻ അണയും തേനിറഞ്ഞരാ മധുര മലർ മുട്ടിലെൻ്റെ ചുണ്ട് പതിയും റൗളയിൽ ചന്ദൻ തിങ്കൾ ഹബീബിൻ ചാരത്തന്നാണയേണം മതിൽ ഞാനലയും നേരം ജീവൻ റൗളയിൽ പൊലിഞ്ഞിടണം റൗളയിൽ പൊലിഞ്ഞിടണം എത്ര സന്ധ്യ മലരേറെ പകലിൽ എൻ്റെ നെഞ്ചിലതാവും എത്ര സന്ധ്യ മകരേറെ പകലിൽ എൻ്റെ നെഞ്ചിലദാഹം മെല്ലെ മെല്ലെയ വാതിൽക്കൽ എത്തി നോക്കുമെന്മീ രണ്ടും നിറഞ്ഞരാ മലക്കുൽ മൗത്തിൻ്റെ രൂപം കണ്ടിടണം റൗളയിൽ ചന്ദൻ തിങ്കൾ ഹബീബിൻ ചാരത്തന്നാണയേണം മതിൽ ഞാനലയും നേരം ജീവൻ റൗളയിൽ പൊലിഞ്ഞിടണം റൗളയിൽ പൊലിഞ്ഞിടണം റൗളയിൽ ചന്ദൻ റൗളയിൽ ചന്ദൻ റൗളയിൽ ചന്ദൻ തിങ്കൾ ഹബീബിൻ ചാരത്തന്നാണയേണം ചാരത്തന്നാണയേണം ചാരത്തന്നാണയേണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.